തദ്ദേശ സ്വയംഭരണ ഫലം പുറത്തു വരുന്നത് ഡിസംബർ മാസം 13-ാം തീയതിയാണ്. ഫലം പുറത്തു വരുന്നതോടുകൂടി പല ജില്ലകളിലും LDF-നുള്ളിൽ അടിപൊട്ടും എന്ന കണക്കൂട്ടലിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. CPIക്ക് തൃശ്ശൂരിൽ വലിയ തോതിലുള്ള തോൽവി ഭയമുണ്ട്. അതിന് കാരണമാകുന്നത് CPIM-ന്റെ കള്ളക്കളികൾ തന്നെയാണ്. തൃശ്ശൂർ കോർപ്പറേഷനിൽ BJPയെ പലയിടത്തും CPI മത്സരിക്കുന്ന വാർഡുകളിൽ പലയിടത്തും രഹസ്യമായി വിജയിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുവെന്ന് നേതാക്കൾ പരസ്യമായി തന്നെ സമ്മതിക്കുന്ന സാഹചര്യമാണ്. മാത്രമല്ല, CPIയേക്കാളും പ്രസക്തി കേരള കോൺഗ്രസ് എമ്മിന് കൊടുക്കുന്നു. ഇടതുപക്ഷത്തിനകത്ത് കേരള കോൺഗ്രസ് എമ്മിന് ഏകദേശം 1000-ഓളം വാർഡുകൾ മത്സരിക്കാൻ കൊടുത്തിരിക്കുന്നത് ചെറിയ കാര്യമായി കണക്കാക്കാൻ കഴിയില്ല. കാരണം കേരള കോൺഗ്രസ് എം വന്നിട്ട് അധികം നാളായില്ല. പക്ഷേ കൃത്യമായി CPIയുടെയും മറ്റ് പ്രമുഖ പാർട്ടികളുടെയും സീറ്റുകളും അവരുടെ വിഹിതവും ഒക്കെ കേരള കോൺഗ്രസ് എമ്മിലേക്ക് കൊടുത്തു വരുന്ന കാഴ്ചയാണ് കാണുന്നത് എന്ന് കൃത്യമായി CPI നേതാക്കൾ പറയുന്നുണ്ട്. വളരെ വൈകാതെ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇതുമായി ബന്ധപ്പെട്ട ഉചിത തീരുമാനമെടുക്കും എന്ന പ്രതീക്ഷയിലാണ് എന്നാണ് VS സുനിൽകുമാർ അടക്കമുള്ളവർ പറയുന്നത്. അങ്ങനെ വന്നാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു വലിയ ട്വിസ്റ്റിലേക്ക് കലാശിക്കും എന്നുള്ളതിന് സംശയമില്ല. ഇപ്പം തന്നെ നോക്കൂ, കൊല്ലം ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും ഒക്കെയാണ് CPIക്ക് ഏറ്റവും കൂടുതൽ ആധിപത്യമുള്ളത്. MLA-മാരുടെ കാര്യം തന്നെ നോക്കൂ, തൃശ്ശൂരിലും കൊല്ലം ജില്ലയിലുമാണ് CPIക്ക് കാര്യമായി MLA-മാർ തന്നെ ഉള്ളത്. മറ്റിടങ്ങളിലൊന്നും MLA-മാരില്ല. CPIക്ക് കഴിഞ്ഞ തവണ ലഭിച്ച സീറ്റുകൾ നോക്കിയാൽ മൊത്തം 17 സീറ്റുകളാണ്. എന്നാൽ അവർക്ക് കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഒരു വോട്ട് ഷെയർ ഇല്ല, ഒരു വോട്ട് ബാങ്ക് ഇല്ല. അതായത് CPIക്ക് ഒറ്റയ്ക്ക് നിന്നാൽ MLA-മാരെ നേടിയെടുക്കാൻ സൃഷ്ടിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് കേരളത്തിൽ. അതേസമയം ലീഗ് അങ്ങനെയല്ല. ലീഗിന് കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള വോട്ട് ഷെയർ ഉണ്ട്. ലീഗിന് അത്യാവശ്യം 6-7 MLA-മാരെ ഒറ്റയ്ക്ക് തന്നെ മത്സരിപ്പിച്ച്, അത് കോൺഗ്രസിൻ്റെ പിന്തുണയില്ലാതെ പോലും മത്സരിപ്പിച്ച് ജയിപ്പിച്ചെടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് CPIയെ വല്ലാതെ പിറകോട്ടടിക്കുന്ന കാര്യം. നമുക്കറിയാം, ബംഗാളിലായിരുന്നാലും ത്രിപുരയിലായിരുന്നാലും CPIക്ക് സ്വന്തമായി ഒരു നിലനിൽപ്പില്ല. അവിടെ CPM കൊടുക്കുന്ന ഏതെങ്കിലും 1-2 സീറ്റുകളാണ് ആകെ മത്സരിക്കാൻ കിട്ടുക. അതുതന്നെയാണ് കേരളത്തിലെയും സ്വഭാവം. CPIയുടെ നിലവിലുള്ള സിറ്റിംഗ് സീറ്റുകൾ ഒഴിച്ച് ബാക്കി സീറ്റുകൾ കൊടുക്കണമോ എന്നുള്ള കാര്യത്തിലും വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. CPI നേതാക്കൾ തന്നെ തുറന്നടിക്കുന്നുണ്ട്, VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ കിട്ടിയ പിന്തുണയൊന്നും ഇപ്പോൾ പിണറായി വിജയൻ ഉള്ളപ്പോൾ കിട്ടുന്നില്ല എന്നുള്ളത്. മന്ത്രിമാരുടെ എണ്ണം പോലും വെട്ടിക്കുറയ്ക്കാൻ നോക്കി. ഒടുവിൽ ബഹളം വെച്ചാണ് 4 ക്യാബിനറ്റ് റാങ്കും ഒപ്പിച്ചെടുത്തത്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചാ വിഷയമാക്കും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ അട്ടിമറിയെക്കുറിച്ച് ഞങ്ങളൊന്നും മിണ്ടാത്തത് തെരഞ്ഞെടുപ്പൊന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ച് തന്നെയാണ്. അവിടെ നടത്തിയ കള്ളക്കളികളുടെ കണക്കുകൾ ഞങ്ങളുടെ കയ്യിൽ എല്ലാം സുഭദ്രമാണ് എന്ന് VS സുനിൽകുമാർ പറയുന്നു. നമുക്കറിയാം, സുരേഷ് ഗോപി 75,000-ഓളം വോട്ടുകൾക്ക് ജയിച്ച മണ്ഡലമാണ്. അവിടെ CPM എങ്ങനെയായിരുന്നു വോട്ട് മറിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമായി കണ്ട ഒരു കാഴ്ച കൂടിയായിരുന്നു.